ഹലോ, ഹായ്, നമസ്കാരം. ഹനുമാൻ എന്ന സിനിമ തിയേറ്ററിൽ പോയി കണ്ടു. ഹനുമാൻ മലയാളത്തിലേക്ക് ഡബ് ചെയ്യപ്പെട്ട് വന്നിട്ടുള്ളൊരു സിനിമയാണ്. മലയാളം ഡബ്ഡ് വേർഷൻ തന്നെയാണ് ഞാൻ തിയേറ്ററിൽ പോയി കണ്ടത്. നിറഞ്ഞ സദസ്സിലിരുന്നാണ് സിനിമ കണ്ടത്. ഒരുപാട് കുട്ടികളും ഉണ്ടായിരുന്നു. എനിക്ക് ആ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ, അതെനിക്ക് ഇഷ്ടപ്പെട്ട കാരണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, അതിന് മുമ്പ് കുറച്ച് നൊസ്റ്റാൾജിയ പങ്കുവെച്ചേ പറ്റുള്ളൂ. പിന്നെ കുറച്ച് പൊളിറ്റിക്കൽ കാര്യങ്ങളും കൂടി സംസാരിക്കാനുണ്ട്. അതൊന്നും കേൾക്കാൻ എനിക്ക് സമയമില്ല, നീ വേഗം പറഞ്ഞേ എന്നാണെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ കുട്ടികളെ ഒരു 3-4 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാമിലി ആയിട്ടൊക്കെ പോയിരുന്ന് കാണാവുന്ന, പണ്ട് ചിരഞ്ജീവിയുടെയൊക്കെ സിനിമകൾ മലയാളത്തിലേക്ക് ഡബ് ചെയ്ത് വന്നതൊക്കെ ഇല്ലേ, അതായത് ദൈവത്തിൻ്റെ ശക്തി കിട്ടുന്ന ചിരഞ്ജീവി കുട്ടികളെ രക്ഷിക്കുന്നു, ഒരു നായികയെ രക്ഷിക്കുന്നു എന്നൊക്കെ പറയുന്ന അത്തരം സിനിമകൾ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കുട്ടിക്കാലം നിങ്ങൾക്കുണ്ടെങ്കിൽ, പിന്നെ പൊളിറ്റിക്കൽ കാര്യങ്ങളിലേക്ക് ഒരുപാടൊന്നും ഊളിയിട്ട് ചിന്തിക്കുന്ന ഒരു മനസ്സൊന്നും അല്ല നിങ്ങളുടെയെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സിനിമ തിയേറ്ററിൽ പോയി കാണാം. എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം തിയേറ്ററിൽ ഇന്നലെ ഉണ്ടായിരുന്ന കുട്ടികളും മുതിർന്നവരും ഒക്കെ വളരെയധികം എൻജോയ് ചെയ്താണ് ആ സിനിമ കണ്ടത്. ഹനുമാൻ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഒരു വലിയ നൊസ്റ്റാൾജിയാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒന്നാണ് ഹനുമാൻ. അത് അന്നാണെങ്കിലും ഇന്നാണെങ്കിലും ആ ഒരു താല്പര്യത്തിന് കുറവൊന്നും സംഭവിച്ചിട്ടില്ല. ഹനുമാനോട് ഭക്തി മാത്രം ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അതുണ്ടാകുന്നത് ഈ കുട്ടിക്കാലത്തെ സീരിയലുകളിൽ നിന്നാണ്. നമ്മൾ ഈ മാർവലും DC-യും അവരുടെ കോമിക്സും ഇതൊന്നും എനിക്ക് കേട്ടുകേൾവി പോലും ഇല്ലായിരുന്നു. കാർട്ടൂൺ നെറ്റ്വർക്കിൽ ഒരു പപ്പായ് ദ സെയിലർമാൻ എന്ന് പറഞ്ഞിട്ട് മസിലുള്ളൊരു പുള്ളി വരും. പിന്നെ ടോം ആൻഡ് ജെറി, പിന്നെ പേരറിയാത്ത 1-2 കാർട്ടൂണുകളും കൂടി കാണും. സ്വാറ്റ് കാറ്റ്സ് വന്ന് കാണും എന്നുള്ളത് ഒഴിച്ചാൽ ആകെ ഉണ്ടായിരുന്നത് ജയ് ഹനുമാൻ, ഓം നമ ശിവായ, പിന്നെ ഇടക്കാലത്തൊരു കടമറ്റത്ത് കത്തനാർ വന്നു, പിന്നെ മഹാഭാരതം സീരിയൽ. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് കുട്ടികൾക്ക് ആ ഒരു പ്രായത്തിൽ നമുക്ക് ആവേശത്തോടു കൂടി ഇരുന്ന് കാണാനുണ്ടായിരുന്നത്. അതിൽ മറ്റേത് സീരിയൽ മുടങ്ങിപ്പോയാലും എനിക്ക് വിഷമമൊന്നുമില്ല, എനിക്കതൊരു വിഷയമേ അല്ല. പക്ഷേ ജയ് ഹനുമാൻ എനിക്ക് മുടങ്ങാൻ പറ്റില്ല. ജയ് ഹനുമാൻ വെറുതെ കാണുക എന്നുള്ളതല്ല, അതിൻ്റെ തുടക്കത്തിൽ മനോജവം എന്ന് പറഞ്ഞിട്ട് ഈ പാട്ടിങ്ങനെ കയറി വരും. അയ്യോ, അവിടം തൊട്ട് കാണണം. അത് മിസ്സായി പോയാലും എനിക്ക് സങ്കടം. ഒരിടക്കാലത്ത് എനിക്ക് ആ സീരിയൽ നമുക്ക് വേണ്ടിയിട്ട് പ്രക്ഷേപണം ചെയ്യുന്ന ചാനലിനോടുണ്ടായിരുന്ന ഏറ്റവും വലിയ ദേഷ്യം എന്ന് പറയുന്നത്, അവരാ പാട്ട് ട്രിം ചെയ്ത് കളഞ്ഞേ. അതായത് ഈ മനോജവം മാരുത തുല്യ ഇങ്ങനെ തുടങ്ങിയിട്ട് ഇടയ്ക്ക് വെച്ചുള്ള കുറേ പോർഷൻ കട്ട് ചെയ്തിട്ട് ജയ് ഹനുമാൻ ജയ് ഹനുമാൻ എന്ന് പറഞ്ഞിട്ട് ഇവരെ പാട്ട് ചെറുതാക്കി കളഞ്ഞേ. അതെന്തൊരു ചെയ്ത്തായിരുന്നു. പക്ഷേ എന്നാലും നമ്മൾ ആ സീരിയൽ മുടങ്ങാതെ കണ്ടുപോകുന്നു. ആ സമയത്ത് എനിക്ക് ഈ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും, അതായത് നമ്മളിപ്പോൾ വീണ് കഴിഞ്ഞാലും നമുക്കൊരു ഹാപ്പിനെസ് വന്നു കഴിഞ്ഞാലും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ആഞ്ജനേയ എന്നാണ്. ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ് സമയമൊക്കെ ആ സമയത്ത് അത്രയും ശീലമായിരുന്നുകൊണ്ടായിരിക്കാം ഇപ്പോഴും പെട്ടെന്നൊരു ദേഷ്യമൊക്കെ വരുമ്പോൾ ആഞ്ജനേയ എന്നൊരു വിളിയാണ് വരിക. പിന്നെ ആ സമയത്ത് അച്ഛൻ്റെ ഓഫീസിൽ നിന്ന് എല്ലാവരും കൂടി ടൂർ പോയിട്ടുണ്ടായിരുന്നു. ഊട്ടി കൊടൈക്കനാൽ ട്രിപ്പാണ്. അവിടെ പല സാധനങ്ങളും പലരും വാങ്ങിച്ചെങ്കിലും ഞാൻ ആകെ വാങ്ങിച്ചത് ഹനുമാൻ്റെ ഒരു ലോക്കറ്റാണ്. പുള്ളി ഇങ്ങനെ എണീറ്റ് നിന്നിട്ട് നെഞ്ച് തുറന്ന് കാണിക്കുന്ന ഒരു ലോക്കറ്റ്. അത് ഞാൻ വേറെ എവിടെയും പിന്നീടും കണ്ടിട്ടില്ല. അതെൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ലോക്കറ്റായിരുന്നു. അതിങ്ങനെ കയ്യിൽ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഈ മനോജവം മാരുതതുല്യ വേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം ഒരു ഹനുമാൻ മന്ത്രമാണ്. അത് ഞാൻ കാണാതെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതെപ്പോഴും ചൊല്ലുമായിരുന്നു. ആ സമയത്ത് ഈ വിശ്വാസത്തിന് ആക്കം കൂട്ടുന്ന മറ്റൊരു സംഭവം ഉണ്ടായത്, നാട്ടിൽ ചെന്ന് ഇങ്ങനെ ഓരോരുത്തരുടെ സമയം നോക്കുമല്ലോ ജ്യോത്സ്യൻ്റെ അടുത്ത്. അങ്ങനെ ചെന്നപ്പോൾ അമ്മയുടെ അടുത്ത് പണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കേട്ടോണ്ടിരിക്കുക, ഇവൻ ഒരു പ്രശ്നം ഉണ്ടാവില്ല, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവൻ്റെ മുന്നിൽ കരിമ്പടം പുതച്ച കൃഷ്ണനും പിന്നിൽ ഹനുമാനും ഉണ്ട്, അതുകൊണ്ട് അവൻ സുരക്ഷിതനാണ് എന്നൊക്കെ പറയുന്ന ഡയലോഗ് അടിച്ചു. അന്ന് ഈ കരിമ്പടം എന്തിനാണ് കൃഷ്ണൻ പുതച്ചത്, അത് എന്നെ സംരക്ഷിക്കാൻ വേറെ ആർക്കും കാണാൻ പാകത്തിന് നടക്കുന്ന കൃഷ്ണൻ എന്തിനാണ് കരിമ്പടം പുതച്ച് നടക്കുന്നത് എന്ന ചോദ്യമൊന്നും അന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. ഇന്നാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ചോദിച്ചേനെ. പക്ഷേ അന്ന് ഈ പറയുന്ന ഡയലോഗുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ വിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആ സമയത്തൊരു രുദ്രാക്ഷ മാല ഉണ്ടായിരുന്നു, അതിപ്പോഴും ഇവിടെ ഇരിപ്പുണ്ട്. ആ മാലയ്ക്ക് ഇങ്ങനെ ഉരുവിട്ട് ഈ ജയ് ഹനുമാൻ ആഞ്ജനേയ സംഭവങ്ങളൊക്കെയാണ്. മാത്രമല്ല ആ സമയത്താണ് ഈ ചിരഞ്ജീവിയുടെയൊക്കെ ഡബ് ചെയ്ത സിനിമകൾ വരുന്നത്. ഹനുമാൻ്റെ ശക്തി കിട്ടുന്ന ചിരഞ്ജീവി, പിന്നെ അപ്സര കന്യക ഭൂമിയിലേക്ക് വരുന്നു, ശ്രീദേവിയാണ് ആ വേഷം ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ കുഞ്ഞു സിനിമകൾ കണ്ട ഓർമ്മയുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ദൈവത്തിൻ്റെ ശക്തി കിട്ടുകയാണ്. ഒരു സാധാരണ ആൾക്ക് ദൈവത്തിൻ്റെ ശക്തി കിട്ടുകയാണ്. നമുക്ക് എല്ലാ കാലത്തും മനുഷ്യൻ ഏറ്റവും സംഭവമായിട്ട് നോക്കി കണ്ടിട്ടുള്ളത് അതീന്ദ്രിയ ശക്തികളുള്ള, അല്ലെങ്കിൽ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യുന്ന മറ്റൊരു മനുഷ്യൻ എന്ന് പറയുന്നത് അത്ഭുതമായിരുന്നു. അത് മാത്രമല്ല അതൊരു ഹോപ്പുമായിരുന്നു. നിങ്ങൾ ഈ ദൈവത്തിൻ്റെ പ്രതിപുരുഷനായി ഭൂമിയിൽ വന്നിട്ടുള്ള ആളുകളെയൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, ഇവരൊക്കെ എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിക്കും, മറ്റു മനുഷ്യർക്ക് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു കാര്യം ചെയ്യും. അപ്പോൾ നമുക്ക് അതിനോട് കൂടുതൽ ആവേശം ഉണ്ടാവും, നമ്മളതിനെ കൂടുതൽ വിശ്വസിക്കാൻ തയ്യാറാവും എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ. അപ്പം കുട്ടിക്കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നന്നേ മെലിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മെലിഞ്ഞിട്ടാണ്. നിറം ഇപ്പോൾ എൻ്റെ ചുണ്ടിൻ്റെ കറുപ്പ് ഇപ്പോഴും കമൻസൊക്കെ വരാറുണ്ട്, ബീഡി വലി നിർത്തണമെന്ന് പറഞ്ഞിട്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ പുക വലിച്ചിട്ടില്ല. അപ്പോൾ ഈ നിറമെല്ലാം നമ്മളെ കളിയാക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ഉപയോഗിക്കും. പലതരത്തിലുള്ള കുറ്റപ്പെടുത്തലുകൾ, കുത്തുവാക്കുകൾ, ചിലപ്പോൾ മാറ്റി നിർത്തലുകൾ, ഇതൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മുടെ ഹോപ്പ് എന്ന് പറയുന്നത്, എനിക്ക് വേണ്ടി ഒരു ദൈവം വരും, അയാൾ എനിക്ക് കുറച്ച് ശക്തികൾ തരും, ഞാൻ നേരിടുന്ന ഇനീക്വാലിറ്റിക്ക് എനിക്ക് പ്രതികരിക്കാൻ പറ്റും. അന്ന് പക്ഷേ നമ്മളെ കളിയാക്കുന്നവരെയൊക്കെ ഇടിച്ചു തീർപ്പിക്കുക എന്ന് പറയുന്നൊരു ചിന്തയുള്ളൂ. പക്ഷേ അൾട്ടിമേറ്റ്ലി ഞാനൊരു അനീതി നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു ബോധ്യം കുഞ്ഞു മനസ്സിലുണ്ട്. അപ്പോൾ അതിന് റിയാക്ട് ചെയ്യാൻ എനിക്ക് ശക്തി വേണം, ആ ശക്തി എനിക്കൊരു ദൈവം തരും എന്ന് പറയുന്നൊരു വിശ്വാസമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ദൈവം
പൂർണ്ണമായും ഹനുമാനായിരിക്കും എന്ന് ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഏതോ ഒരു സീരിയലിൽ കേട്ടതാണ്, ഈ കലിയുഗത്തിൽ ഹനുമാന് മാത്രമേ ശക്തി ഉണ്ടാവുള്ളൂ, ബാക്കി ദൈവങ്ങളുടെയൊക്കെ ശക്തി ക്ഷയിക്കും എന്നൊക്കെയുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഈ ഹനുമാൻ ഭക്തി വളരെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്നു. സിനിമകൾ നമ്മളെ അത്തരം വിശ്വാസങ്ങളിലേക്ക് കൂടുതൽ ശക്തമായി വലിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ വീട്ടുകാരാണെങ്കിലും നല്ല സപ്പോർട്ട്. നമ്മൾ വേറെ പരിപാടിയൊന്നുമില്ലല്ലോ, ഭക്തിയാണല്ലോ ഉള്ളത്. അങ്ങനെ ഒരു 2006, 2007 സമയത്തൊക്കെ ഇവിടെ എറണാകുളത്ത് ഒരുപാട് ആനിമേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വളരെ ശക്തമായി. അതിന് മുമ്പത്തെ കാര്യം എനിക്കറിയില്ല. ഞാൻ കാണുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഒരുപാട് വരുന്നു, ഇമേജ്, അരീന എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഞാനും എൻ്റെ സുഹൃത്ത് വിനീതും വെറുതെ ഇങ്ങനെ പോകും. ഞങ്ങൾക്ക് ഈ ആനിമേഷൻ ഭയങ്കര സംഭവമാണ്, ഇത് ചെയ്യണം, ഇത് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. മാത്രമല്ല അത് ചെയ്ത് കഴിഞ്ഞ ശേഷമുള്ള വർക്കുകൾ നമ്മൾ കാണുമല്ലോ. ഇവരുടെ ഒക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ ചെയ്തതും അവരുടെ സ്റ്റുഡൻസ് ചെയ്തതും പിന്നെ വേറെ വേൾഡ് ക്ലാസ് സിനിമകളുടെ ഒക്കെ ആനിമേറ്റഡ് ക്യാരക്ടേഴ്സിനൊക്കെ വെച്ചിട്ടുണ്ട്. ഇതുപോലെയൊക്കെ നമുക്കും ഉണ്ടാക്കാൻ പറ്റുമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് കോഴ്സൊക്കെ അന്വേഷിച്ചെങ്കിലും ഫീസ് കൂടുതലായതുകൊണ്ട് ഞാൻ ജോയിൻ ചെയ്തില്ല. പക്ഷേ വിനീത് ജോയിൻ ചെയ്തു, അവനത് നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്തു. എൻ്റെ ഒരു ആഗ്രഹം ആ സമയത്തുണ്ടായിരുന്നത് എനിക്ക് ഹനുമാനെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യണം. കാരണം എൻ്റെ മനസ്സിൽ ഹനുമാൻ ഹിമാലയത്തിൽ എവിടെയുണ്ട്, അവിടെ ഏതോ ഒരു മഞ്ഞുമലയ്ക്കുള്ളിൽ അദ്ദേഹം തപസ് ചെയ്യുകയാണ്. കാലങ്ങളായുള്ള തപസ്സാണ്. അങ്ങനെ തപസ് ചെയ്ത് ഒരുപാട് പ്രായമായി, അദ്ദേഹത്തിൻ്റെ രോമങ്ങളെല്ലാം നരച്ച്, പക്ഷേ ശരീരത്തിലെ പേശികളുടെ ഒന്നും ബലം ക്ഷയിച്ചിട്ടില്ല. നല്ല വലുപ്പമാണ് മനുഷ്യനെയൊക്കെ സംബന്ധിച്ച്. അങ്ങനെയുള്ളൊരു രൂപം, അതും ഈ മനുഷ്യന്മാർ വേഷം കെട്ടി വരുന്ന അങ്ങനെയല്ല, അത് വളരെ റിയൽ ആയിട്ടുള്ള, വളരെ റോ ആയിട്ടുള്ള, വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ. ഈ ഹനുമാൻ സിനിമ കണ്ടപ്പോൾ എൻ്റെ അന്നത്തെ സങ്കല്പത്തിൻ്റെ ഒരു വേർഷൻ ഞാൻ കാണുകയാണെന്ന് തോന്നി. പക്ഷേ ഈ സിനിമയിൽ കണ്ടതിനേക്കാൾ ഒരു വൻ സംഭവമാണ് എൻ്റെ മനസ്സിലുള്ളത്. ആ ക്യാരക്ടർ അദ്ദേഹം എണീക്കുന്നൊരു സീനുണ്ട്. എൻ്റെ മനസ്സിലെ ഹനുമാൻ തപസ്സിൽ നിന്ന് എണീക്കുന്നൊരു സീനുണ്ട്. അദ്ദേഹം എണീക്കുമ്പോഴാണ് അതൊരു മലയായിരുന്നു ഇത്രയും നാൾ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനത്തെ ഒരു സംഭവം. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ ഹനുമാനെ കൂടുതലും ഈ ജിമ്മുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗുസ്തിയായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെയാണ് ആരാധിച്ചിട്ടുണ്ടാവുക. എന്നെപ്പോലെ ഒരു കൊച്ചു പയ്യൻ നേരിട്ടിരുന്ന അനീതികളെ ചോദ്യം ചെയ്യാൻ വരുന്ന ഒരാളായിരുന്നു ഹനുമാൻ. ഒരു പക്ഷേ ആ വേർഷൻ തിയേറ്ററിൽ കാണാൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് ഈ സിനിമ കൂടുതൽ കണക്റ്റ് ആവാനുള്ള കാരണമെന്ന് തോന്നുന്നു. ഇതിലെ നായക കഥാപാത്രമാണെങ്കിലും നമ്മൾ സ്ഥിരമായി ഇപ്പോൾ തെലുങ്ക്, കന്നഡ സിനിമകളിലൊക്കെ കാണുന്ന പോലെ ആജാനബാഹുവായ ഒരു നായകൻ, ഞാൻ ആരുടെയും ശരീരത്തിനെ കളിയാക്കുകയല്ല കേട്ടോ, അതിനൊരു മിനിമം മസിൽ സ്ട്രെങ്ത്തും വലിപ്പമൊക്കെ ഉള്ള ഒരാളെയൊക്കെയാണ് നമ്മൾ നായകനായിട്ട് കാണുക. പക്ഷേ ഇദ്ദേഹം വളരെ വളരെ ചെറിയൊരാളാണ്, നമുക്കൊക്കെ വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, എന്നെ പോലെ ഒരാൾ എന്ന് ചിന്തിക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ. അയാൾക്ക് ഒരു ശക്തി കിട്ടുന്നു, അയാളുടെ ഉള്ളിലെ നന്മയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞ ചിരഞ്ജീവി സിനിമകളൊക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ അതിനകത്ത് ഈ മൃഗങ്ങളുണ്ടാവും, ആനയുണ്ടാവും, കുരങ്ങനുണ്ടാവും, പാമ്പുണ്ടാവും, നായ ഉണ്ടാവും. ഇവരെല്ലാവരും മനുഷ്യർക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, അവർ സംസാരിക്കുന്ന ശബ്ദം നമ്മൾ കേൾക്കുന്നു. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അട്രാക്ഷൻ ഉണ്ടല്ലോ, അത് ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ശരിക്കും ഈ സിനിമയെ ബാക്ക് ടു ബേസിക്സ് എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. പഴയ ആ ചിരഞ്ജീവി സിനിമകളിലൊക്കെ എന്തായിരുന്നോ ഉണ്ടായിരുന്നത്, എന്തായിരുന്നോ സക്സസ് ആയിട്ടുള്ള ഫോർമുല, അതുപോലെ അപ്ലൈ ചെയ്യാനുള്ളൊരു ശ്രമമാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. ഇതിനകത്ത് എനിക്ക് കുറച്ച് ക്രിഞ്ചായി തോന്നി, അല്ലെങ്കിൽ വലിച്ചിലായിട്ടൊക്കെ തോന്നിയത് ആ പ്രേമത്തിൻ്റെ എലമെൻ്റൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് തങ്കച്ചിപ്പാസുണ്ട്, കുറച്ച് ലോജിക്കൽ ഇഷ്യൂസ് ഉണ്ട്. പക്ഷേ ഇതൊന്നും ഒരു വിഷയമല്ല. കാര്യം ഇതിനകത്ത് നമ്മളെ എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടി അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അത് ഇപ്രാവശ്യവും സക്സസ് ആവുന്നു എന്നായിരുന്നു എനിക്ക് തിയേറ്ററിൽ നിന്നുള്ള റെസ്പോൺസിൽ ഫീൽ ചെയ്തത്. കുരങ്ങൻ സംസാരിക്കുക എന്നൊക്കെ പറയുമ്പോൾ കുട്ടികളൊക്കെ ആർത്ത് ചിരിക്കുകയാണ്. പിന്നെ കുറച്ച് പഞ്ച് ഡയലോഗ് സീക്വൻസുകൾ, കോമഡികൾ, അതിനൊക്കെ മുതിർന്നവരും ചിരിക്കുന്നു, കൈയടിക്കുന്നു. ഞാനും എൻജോയ് ചെയ്ത കുറേ മൊമെൻറ്റ്സ് ഉണ്ട്. ഇതിലെനിക്ക് ആകെ ഒരു എതിരഭിപ്രായമുള്ള കാര്യം, തിയേറ്ററിലിരുന്ന് ഒരേ ഒരാൾ മാത്രം ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു പെർട്ടിക്കുലർ സീൻ വന്നപ്പോൾ ജയ് ശ്രീറാം എന്നൊരു വിളിച്ചു. ആ വിളി ആ സമയത്ത് വിളിക്കേണ്ട, അതായത് ഹനുമാൻ്റെയൊക്കെ അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു റിവീലിംഗ് സീക്വൻസ് ഒക്കെ വരുമ്പോൾ അവിടെ ഒന്നും പുള്ളി വിളിച്ചിട്ടില്ല. ഒരു പെർട്ടിക്കുലർ സീൻ, ആ സീൻ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അത് വേണമെങ്കിൽ നിങ്ങൾ സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉണ്ടാവുള്ളൂ. ആ ഒരു സീക്വൻസിൽ പുള്ളി ജയ് ശ്രീറാം എന്നൊരു വിളി വിളിച്ചു. ജയ് ശ്രീറാം എന്നുള്ള വിളി ഒരു മോശം വിളിയൊന്നും അല്ല. അതൊരു ആചാരത്തിൻ്റെ, സങ്കല്പത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ, പിന്നെ ശീലങ്ങളുടെയും കൂടി ഭാഗമായിട്ട് പലരും വിളിക്കാറുണ്ട്. നമ്മളിപ്പോൾ ബോളിവുഡിൽ നിന്ന് വരുന്ന സിനിമകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പഞ്ചാബി സിനിമയൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ സസ്രീകാൽജി എന്ന് പറയും. അത് എനിക്കറിയില്ല ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്നത് ശരിയാണോ അല്ലയോ എന്ന്. അത് അവരുടെ ആചാരത്തിൻ്റെ രീതിയുടെ ഭാഗമാണ്. ചിലർ ജയ് കാളി എന്നായിരിക്കും പറയുക. അത് ഈ ശീലത്തിൻ്റെ ഭാഗമായിട്ട്, അവരുടെ ഒരു ലോക്കൽ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് പറയുകയാണെങ്കിൽ, എല്ലാ മതങ്ങൾക്കും അവരുടെ ദൈവമാണ് സൂപ്പർ എന്ന് പറയുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിവാദ്യം അർപ്പിക്കുന്ന രീതിയുണ്ട്. ചിലർ സ്തുതി പറയും, ചിലർ ദൈവം മഹാനാണെന്ന് പറയും, ചിലർ ഇതേപോലെ ദൈവം വിജയിക്കട്ടെ എന്ന് പറയും. ഒരു സിനിമയിലും അല്ലെങ്കിൽ നമ്മൾ പേഴ്സണൽ ലൈഫിൽ കണ്ടിട്ടുള്ള ചില ആളുകൾ അങ്ങനെ ഉപയോഗിക്കുമ്പോഴും എനിക്ക് ഇന്ന് വരെ നെഗറ്റീവായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ആളുകളെ ഒരുമിപ്പിച്ച് നിർത്തി അവരെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ ഇത്തരം വിളികൾ ഉണ്ടാവുമ്പോൾ അത് തീർച്ചയായും
കേൾക്കുമ്പോൾ ഇറിറ്റേറ്റ് ആവുന്ന ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ ഒരു കലാപ സിനിമ അല്ലെങ്കിൽ ഒരു തീവ്രവാദ റിലേറ്റഡ് ആയിട്ടുള്ള സിനിമകളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെയും ഈ പറയുന്ന പോലെ ദൈവത്തിനെ സ്തുതിച്ചുകൊണ്ട് ഒരാളെ ഉപദ്രവിക്കാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്ന, നിങ്ങൾ ആദരിക്കുന്ന ഒരാളുടെ പേര് വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന, നിങ്ങളെപ്പോലെ മജ്ജയും മാംസമുള്ള ഒരു മനുഷ്യനെ ഉപദ്രവിക്കാനോ ജീവൻ എടുക്കാനോ സാധിക്കുന്നുണ്ടെങ്കിൽ ആ വിളിയിൽ എന്ത് മഹത്വമാണുള്ളത്? അതുപോലെ തന്നെ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടവരാണ്, നമ്മളെല്ലാവരും ഇവിടെയാണ് വോട്ട് ചെയ്യേണ്ടത് എന്ന് പറയാൻ വേണ്ടി ഒരു ബിംബത്തിനെ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ, ഒരു വിശ്വാസത്തിനെ, ആചാരത്തിനെ, ശീലത്തിനെ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിലെന്ത് ന്യായമാണുള്ളത്? എന്നെ സംബന്ധിച്ച് അതൊരു മോശം പ്രവണതയായിട്ടാണ് തോന്നിയത്. തിയേറ്ററിലെ ആ വിളിയും ഒപ്പം കുറേ വിളികൾ കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആവേശ വിളിയായിട്ടാണ് എനിക്ക് തോന്നിയത്. വേറെ ആരും അതിനോട് റിയാക്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ആ സിനിമ കാണാൻ വന്നവരൊന്നും ആ സിനിമയുടെ ഐഡിയോളജീസിനെ എതിർക്കുന്ന ആളുകളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അവരാരും അവർക്കൊപ്പം നിന്നില്ല. പ്രകാശ് രാജ് IFFK വേദിയിൽ പറഞ്ഞ ഡയലോഗാണ് ആ സമയത്ത് എനിക്ക് ഫീൽ ചെയ്തത്. എന്നാൽ അതേസമയം ചില പ്രൊപ്പഗൻഡ സിനിമകളൊക്കെ വരുമ്പോൾ ആ സിനിമകളുടെയൊക്കെ അവസാനം ചില വിളികളും മുദ്രാവാക്യം വിളികളും ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഇവിടെ പക്ഷേ ആ സിനിമയും അതിലെ കാര്യങ്ങളെയും അംഗീകരിക്കുകയും എന്നാൽ അതേസമയം അതിനെ രാഷ്ട്രീയവൽക്കരിച്ച് ഒരുത്തിന് വേണ്ടിയിട്ട് കൂടെ വിളിക്കാനുള്ള ഒരു വിളിയാക്കി മാറ്റില്ലെന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരോടൊപ്പം, ഒരു വലിയ കൂട്ടം ആൾക്കാരോടൊപ്പം സിനിമ കാണാൻ പറ്റി എന്നുള്ളത് എനിക്ക് സന്തോഷമാണ് തോന്നിയത്. എന്നാൽ അതേസമയം ഹനുമാനെ അത്രയും വാഴ്ത്തുന്ന, അദ്ദേഹത്തിൻ്റെ സ്ട്രെങ്ത് കാണിക്കുന്ന ഒരു സീക്വൻസിലൊന്നും ഈ വിളി ഉണ്ടായിട്ടില്ല. ഓക്കെ, അതോടെ നിൽക്കട്ടെ. സിനിമയുടെ ഗ്രാഫിക്സ് ചിലയിടങ്ങളിൽ എനിക്ക് വൻ സംഭവമായിട്ട് തോന്നിയില്ലെങ്കിൽ പോലും ഈ സിനിമ ഇങ്ങനെയൊക്കെ സാറ്റിസ്ഫൈങ് ആണിത്. ഇതിനകത്ത് ഭയങ്കര ഗ്രാഫിക്സ് ഇടേണ്ട കാര്യമില്ല. ചെയ്തത് അവർ വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ഒരു സൗത്ത് ഇന്ത്യൻ സിനിമ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ സിനിമ എന്ന് പറയുമ്പോൾ ചെയ്യാവുന്നതിൻ്റെ ഒരു നല്ല ലെവലിൽ തന്നെ അവരതിൻ്റെ ഗ്രാഫിക്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഈ പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ള കഥാപാത്രങ്ങൾ, സംഭവങ്ങൾ അതിനെ കണക്ട് ചെയ്ത് കൊണ്ടുവന്ന് പുതിയ കാലത്തിലേക്ക് ലാൻഡ് ചെയ്യിച്ച രീതി ഉണ്ടല്ലോ, നമ്മുടെ നായകനിലേക്ക് ഹനുമാൻ എത്തിച്ചേരുന്ന ആ വഴികൾ അവർ വരച്ചിരിക്കുന്നത്, സമുദ്രക്കനിയുടെ ക്യാരക്ടർ അത് ബ്രില്യൻ്റ് ആയിരുന്നു. ഈ പുരാണ ഇതിഹാസങ്ങളെല്ലാം ചരിത്രമാണ്, അതിനപ്പുറം വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്ന കാര്യങ്ങളോട് എനിക്ക് വിയോജിപ്പുകളുണ്ട്. സയൻറ്റിഫിക് എവിഡൻസ് ഇല്ലാതെ പ്രൂവ് ചെയ്യാതെ അങ്ങനെ പഠിപ്പിക്കരുതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ അതിലെ ഗംഭീരമായിട്ടുള്ള ആഖ്യാനങ്ങളുണ്ട്, കഥകളുണ്ട്. അതിനെ ഇങ്ങനെ കണക്ട് ചെയ്ത് ഇതിനിങ്ങനെ ഒരു സാധ്യതയുണ്ടെന്ന് കണ്ടെത്തി ഇങ്ങനെ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് ബ്രില്യൻ്റ് ആണ്. പിന്നെ ക്ലൈമാക്സ്, ശരിക്കും ക്ലൈമാക്സ് എന്ന് പറയുന്നത് ലാൻഡിങ് പോയിൻ്റ് അല്ല, ലോഞ്ചിങ് പോയിൻ്റാണ്. ഇനിയാണ് സിനിമ വരാൻ പോകുന്നതെന്ന് പറയുന്ന ആ ഫീൽ ഉണ്ടല്ലോ, അതുണ്ടായിരുന്നു. ഇനി അടുത്ത സിനിമ കാണാനുള്ള ആവേശം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിറച്ച് തന്നൊരു സിനിമയാണ്. പിന്നെ മിസ്സിങ് ആയിട്ട് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ തെലുങ്ക് ഓഡിയൻസിൻ്റെ കൂടെ സിനിമ കാണാൻ പറ്റിയില്ല എന്നുള്ളതാണ്. കാരണം ഒരു ഗംഭീര ബാലയ്യ റെഫറൻസ് ഒക്കെ ഉണ്ട്. ആ റെഫറൻസിലൊക്കെ ഇടിവെട്ട് കയ്യടിയൊക്കെ വരേണ്ടതായിരുന്നു. പക്ഷേ മലയാളം ഓഡിയൻസ് ആയിരുന്നു, ഫാമിലി ഓഡിയൻസ് ആയിരുന്നു, അവർക്ക് ചിലപ്പോൾ ബാലയ്യയുടെ ആ ഒരു ഫീൽ ഉണ്ടാവില്ലായിരിക്കും. അങ്ങനെ മുദ്രാവാക്യം വിളിയൊന്നും കേട്ടിരുന്നെങ്കിൽ പൊളിയായിരുന്നേനെന്ന് എനിക്ക് തോന്നി. പിന്നെ മ്യൂസിക് സൈഡ്, വിഷ്വൽ സൈഡ്, പെർഫോമൻസിൽ എനിക്ക് കുറച്ച് ടിപ്പിക്കൽ തെലുങ്ക് സിനിമ പെർഫോമൻസ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ മോശം പറയാനില്ല. ഇതിനകത്ത് ലോജിക്കൽ ഇഷ്യൂസും ഗ്രാഫിക്സ് മിസ്റ്റേക്സും കുറേ കണക്ഷൻ സാധനങ്ങളും പിന്നെ കുറേ ടിപ്പിക്കൽ എലമെൻറ്റുകളും ഒക്കെ വരുമ്പോഴും ഇറ്റ്സ് എൻജോയബിൾ. ബ്രില്യൻ്റ് ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ സിനിമയിൽ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ബാക്ക് ടു ബേസിക്സ്, അതിൻ്റെ ഗുണം എന്താണെന്നുള്ളത് സിനിമയിലുണ്ട്. ഇനി നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ട ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ്സ് കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന ആളുകൾക്ക് അതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.